എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഈദിന് മാത്രമല്ല പാർട്ടികളിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി തിളങ്ങാനും കൂടെ പറ്റിയ നല്ലൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും നമുക്ക് സെയിം രീതിയിൽ തന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഏതായാലും നല്ല രുചിയായിരിക്കും. പിന്നെ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് വേണ്ടതെങ്കിൽ കഴിഞ്ഞ ദിവസം നല്ലൊരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബിരിയാണി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് 1 കിലോ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് മട്ടനായാലും ബീഫായാലും എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വാങ്ങിയാൽ മതി ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ബിരിയാണിക്ക് നമ്മൾ അധികം മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അൽക്കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മട്ടൻ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്, ഒരു 1/4 വേവാക്കിയെടുത്താൽ മതി. ഓരോ മട്ടനും വേവിൽ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഒരു 4-5 വിസിൽ വരുമ്പോഴത്തേക്ക് തന്നെ മട്ടൻ ഒരു 1/4 വേവായി കിട്ടിക്കോളും. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ അല്പം ഒന്ന് കുറച്ചിട്ട് ബാക്കി വേവിച്ചെടുക്കുക. മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിന്. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇതാ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആയിന്ന് കാണുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഒരുപാട് ആയിപ്പോകരുത്, അങ്ങനെ ആകുമ്പോൾ മസാലക്ക് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഞാനിതാ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ചോറ് വെക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ടോട്ടൽ നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് 5 സവാളയാണ് എടുത്തിന്. 3 ഫ്രൈ ആക്കി ബാക്കി 2 ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ ടോട്ടൽ 5 സവാളയാണ് എടുത്തിന്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 15 പച്ചമുളകും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തത്. പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. നമുക്ക് ബിരിയാണിക്കൊക്കെ അത്യാവശ്യം എരിവ് വേണം, അതുകൊണ്ട് 15 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മുളക് പൊടിയൊന്നും അധികം ചേർക്കുന്നില്ല, കുറച്ച് കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 വലുതാണെങ്കിൽ ഒരു തക്കാളി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ചെറിയ തീയിലൊരു 2-3 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഒരു 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഉടയാതെ കിടക്കുന്ന തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത മട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. 5 വിസിലിന് ശേഷം ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടേനു. എന്നിട്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. 1/4 വേവായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഉടഞ്ഞിട്ടുമില്ല, അത്യാവശ്യം വെന്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ബാക്കി മസാലയിൽ കിടന്നിട്ട് വെന്തോളും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു മട്ടനും മസാലയെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്കായി 3 ഗ്രാമ്പു ഒരു കഷ്ണം പട്ട കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം.
ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയും കറിവേപ്പിലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത്, 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിന്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 250 ml കപ്പിന് അളവാണ് ഞാനിപ്പം പറഞ്ഞത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തതാണിത്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാലൻ്റെ അളവിൽ നിങ്ങൾക്ക് ഒരു 800 ഗ്രാമോളം അരി ചോറ് വെച്ചിട്ട് ഇടാട്ടാ. പിന്നെ 1 കിലോ അരി വരെ വേണമെങ്കിൽ അങ്ങനെയും ഇടാം. മസാല കുറവായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു കണക്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാ മസാലയോട് കൂടെ തന്നെ 1 കിലോ അരിക്കുള്ള മസാല വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഒക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി. നമ്മളിപ്പോൾ 5 ഉള്ളിയാണല്ലോ എടുത്തത്. അപ്പോൾ ഒരു 6-7 ഉള്ളി എടുക്കുക. തക്കാളിൻ്റെ ഒക്കെ അളവ് അങ്ങനെ കൂട്ടിയെടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല മസാലയോട് കൂടെ തന്നെ ഉള്ള ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് ചെറിയ തീയിൽ ഒരു 6-7 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ചോറ് റെഡിയായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇടക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് എരിവ് അങ്ങനത്തെ എല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പിൻ്റെ കുറവുണ്ടേനും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പും പുതിനയിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടേനു. ചോറിലേക്ക് ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവൻ പൊരിച്ച ഉള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു പൊരിച്ച ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഉള്ളി കരിഞ്ഞു പോകരുത് കേട്ടോ, അന്നേരം പിന്നെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഉള്ളിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കിതാ നമ്മൾ വേവാനായിട്ട് വെച്ച ചോറ് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാ ചോറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയിട്ടുമില്ല, തീരെ വേവാണ്ടും ആയിട്ടില്ല. ഒരു നല്ല കറക്റ്റായിട്ടുള്ള വേവാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഇതാ അടിപൊളിയായിട്ട് ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മസാല ഉണ്ടല്ലോ, അത് തുറന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിലേക്ക് കുറച്ചും കൂടെ മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ റൈസ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്തത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 15 to 20 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് നല്ലതുപോലെ ദമ്മായി കിട്ടും. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറക്കുന്നത്. ആദ്യം ചോറിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മസാലയോട് കൂടെ മിക്സാക്കാണ്ട് ആ ചോറിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. ആ ഒരു മസാലൻ്റെ ഇത് തട്ടിയെടുത്തൊക്കെ നല്ലൊരു മഞ്ഞ കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞ കളറൊന്നും ചേർത്തിട്ടില്ല, ചേർക്കാതെ തന്നെ ചോറിന് നല്ലൊരു മഞ്ഞ കളറും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മിക്സാക്കിയതിന് ശേഷം ചൂടോടെ തന്നെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈദിന് ഈ ബിരിയാണി, നിങ്ങൾ മട്ടൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ വെക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ബിരിയാണിയാണ്.
ഇതാ മട്ടനൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട്. നമ്മൾ 1/4 വേവേ കുക്കറിൽ വേവിച്ചിട്ടുള്ളൂ, ബാക്കി മസാലയിൽ കിടന്നിട്ടാണ് വെന്തത്. ഇതാ ഈ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കുക. അതും അടിപൊളി ബിരിയാണിയാണ്. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.